കുറ്റ്യാടിക്കാരുടെ സ്വപ്ന പദ്ധതിയായ ബൈപ്പാസിന്റെ നിർമ്മാണം ഇവിടെ പുരോഗമിക്കുകയാണ്. നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഇത് പരിഹാരമാകും. സംസ്ഥാന പാതയിലെ കടയ്ക്കൽ ചാലിൽ നിന്നും ആരംഭിച്ച് പേരാമ്പ്ര പാലത്തോട് ചേർന്നാണ് ഈ റോഡിന്റെ അലൈൻമെന്റ്സ്. കുറ്റ്യാടിക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ റിട്ടേണിംഗ് വാൾ, കൾവേർട്ട്, സോയിൽ സ്റ്റെബിലൈസേഷൻ എന്നീ പ്രവൃത്തികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റ്യാടിക്കാരുടെ ചിരകാല അഭിലാഷമായിരുന്നു കുറ്റ്യാടി ബൈപ്പാസ്. 5 റോഡുകൾ കൂടിച്ചേരുന്ന കുറ്റ്യാടി ടൗൺ എല്ലാ സമയവും വാഹന ഗതാഗത കുരുക്കിലാണ്. ആ കുരുക്കിന് കുറേയെങ്കിലും സമാശ്വാസമുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണിത്. കഴിഞ്ഞ 10-12 വർഷത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഈ ബൈപ്പാസ് ഈ വർഷം ഡിസംബർ മാസമാകുമ്പോഴേക്ക് പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗതാഗതക്കുരുക്കിന് കുറേയെല്ലാം പരിഹാരമാകും. പൂർണ്ണമായ പരിഹാരം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ റോഡിലൂടെ കോഴിക്കോട്ട് നിന്നും ഈ മൊകേരി, കക്കട്ട്, വടകര ഭാഗത്തേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇതിലെ പോകാനും ആ പ്രദേശത്ത് വരുന്ന വാഹനങ്ങൾക്ക് ഇതിലെ കോഴിക്കോട്ട് പോകാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ഏറ്റവും തിരക്ക് കൂടിയ കോഴിക്കോട് വയനാട് റൂട്ടിൽ കുറ്റ്യാടി നിന്നും തൊട്ടിൽപ്പാലത്തേക്ക് പോകുന്ന റൂട്ടിലുള്ള ക്രോസിംഗ് തുടരും എന്നതാണ്. പൂർണ്ണമായും അവസാനിക്കില്ല എന്ന് പറയാൻ കാരണം വലിയ മാറ്റം കുറ്റ്യാടി ജംഗ്ഷനിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് മറ്റൊരു പദ്ധതി ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനിലാണ്. സംസ്ഥാന പാതയിലെ കടയ്ക്കൽ ചാലിൽ നിന്ന് ആരംഭിച്ച് പേരാമ്പ്ര പാലത്തിനടുത്ത് എത്തിച്ചേരുന്ന രീതിയിലാണ് റോഡിന്റെ അലൈൻമെന്റ്. ഏകദേശം 2 കിലോമീറ്റർ നീളത്തിൽ 12 മീറ്റർ വീതിയിലാണ് റോഡ് വികസിപ്പിക്കുന്നത്. റോഡ് യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാകുമെന്നും ഡ്രൈവർമാർ തന്നെ പറയുന്നു. കുറ്റ്യാടി ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ കുറ്റ്യാടിക്കുള്ള ഗതാഗത കുരുക്ക് മാറാൻ പറ്റും. കുറ്റ്യാടി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായി ഗതാഗതത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ കുറ്റ്യാടി ഈ പാത വന്നു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായി കുറ്റ്യാടിക്കാർ തന്നെ ഓട്ടോറിക്ഷക്കാരായ ഞങ്ങൾക്ക് കുറ്റ്യാടി ഓടാൻ പറ്റുന്നില്ല. കുറ്റ്യാടി എപ്പോഴും ബ്ലോക്കായിരിക്കും. അതുകൊണ്ട് കുറ്റ്യാടി ഓട്ടോറിക്ഷക്കാർ ഭയങ്കര ദയനീയ അവസ്ഥയിലാണ്. ഈ ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുറ്റ്യാടിയുടെ മോശമായി മാറുകയും ചെയ്യും. കുറ്റ്യാടി പരിസര പ്രദേശങ്ങൾക്ക് എല്ലാവർക്കും സുഖമായ ഒരു കാര്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ബൈപ്പാസ് നിർബന്ധമായും വരണം. ഒരുപാട് കാലമായി ജനങ്ങളുടെ ആഗ്രഹമാണ് കുറ്റ്യാടി ബൈപ്പാസ്. അപ്പോൾ കുറ്റ്യാടി ബൈപ്പാസ് നിർബന്ധമായും വരണം. അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ജനങ്ങൾക്കുള്ള നേട്ടങ്ങളാണ് ആ കുറ്റ്യാടി പ്രദേശം തന്നെ പുരോഗമിക്കും. ഈ പ്രാവശ്യം നമ്മുടെ പുതിയ MLA ശക്തമായ ഇടപെടൽ ഈ ബൈപ്പാസിന് വേണ്ടി നടന്നിട്ടുണ്ട്. അതാണ് ഈ കാര്യമായിട്ട് എടുത്തു വരേണ്ടത്. കഴിഞ്ഞ MLA ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ MLA വളരെ ആത്മാർത്ഥതയോടുകൂടി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറ്റ്യാടി ഊരത്ത പ്രദേശത്ത് വരുന്ന ഒരു റോഡുണ്ട്. ആ റോഡും ഇതിനോടനുബന്ധിച്ച് വരണം. വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിന് ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇത്രയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഓട്ടോറിക്ഷക്കാരെന്ന് വെച്ചാൽ ഒരു നിത്യജീവിതത്തിന് അന്നത്തിന് വേണ്ടി ഓടുന്നതാണ്. ഈ കുറ്റ്യാടിയുള്ള ബ്ലോക്ക് ഓട്ടോറിക്ഷക്കാർക്കാണ് കൂടുതൽ പ്രശ്നം. കാരണം അവർക്ക് രാവിലെ വന്ന് ഓട്ടോ ഓടിയാൽ ഒരു 100-300 ഉറുപ്പ്യ അത്ര നമ്മളെ കയ്യിൽ വരും. അത് തന്നെ ബ്ലോക്കുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഒരു ജീവിക്കാനുള്ള ഒരു വക ഓട്ടോറിക്ഷക്കാർക്കില്ല. ഓട്ടോറിക്ഷക്കാരുടെ കാര്യമാണ് ദയനീയമാണ് കുറ്റ്യാടിയുടെ ഈ ഗതാഗത കുരുക്ക്. ഇതുകൊണ്ട് ഈ ബൈപ്പാസ് കൊണ്ട് നമ്മുടെ കുറ്റ്യാടിയുടെ ഗതാഗത കുരുക്ക് ഒരുപാട് ഒഴിവാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും ഈ സംഭവം നമ്മുടെ ഉണ്ടായി വരണം. അതാണ് ഓട്ടോറിക്ഷക്കാരൻ എന്ന നിലക്ക് ഈ നാട്ടുകാരൻ നിലക്ക് പറയാനുള്ളത്. ബൈപ്പാസ് കുറ്റ്യാടിക്ക് പ്രധാനപ്പെട്ട ആവശ്യമാണ്. കാരണം വെച്ചാൽ കുറ്റ്യാടി എപ്പോഴും വണ്ടി ബ്ലോക്കായിരിക്കും. എല്ലാ ഭാഗത്തും പേരാകുമ്പോഴേക്കും വടകര ഭാഗത്ത് പിന്നെ വയനാട്ടിൽ നിന്ന് വരുന്ന ബസ്സെല്ലാം ബ്ലോക്കായിരിക്കും കുറ്റ്യാടി. അപ്പോൾ ഈ ബൈപ്പാസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സൗകര്യമുണ്ട്. ഞങ്ങൾക്ക് നാട്ടുകാർക്ക് തന്നെ വളരെ ഗുണമായി. ടൗണിൽ പോയാൽ തന്നെ ഞങ്ങൾക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബ്ലോക്കായിരിക്കും, എപ്പോഴും ബ്ലോക്കായിരിക്കും. കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ അങ്ങോട്ടെല്ലാം ഭയങ്കര ബ്ലോക്കായിരിക്കും എപ്പോൾ നോക്കിയാലും. അപ്പം ഞങ്ങൾക്ക് ബൈപ്പാസ് ഭയങ്കര ഉപകാരപ്പെട്ട സംഗതി തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. കുറ്റ്യാടി ബൈപ്പാസ് ഇപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. ഒരുപാട് കാലമായി കുറ്റ്യാടി ഒരുപാട് കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് കുറ്റ്യാടി ബൈപ്പാസ്. എന്നാലും ഇപ്പോൾ ഇത് പൂർത്തീകരിക്കുന്ന കാരണം കുറ്റ്യാടിയുടെ ഒരുപാട് ബ്ലോക്ക് വഴിയാണെന്ന് കരുതുന്നു. അതുപോലെ തന്നെ MLAക്ക് ഇതിന് വേണ്ടി പ്രവർത്തിച്ച MLAക്ക് ഒരു നല്ല റോഡ് തന്നെയാണ്. ഇപ്പം നല്ല പ്രവൃത്തി നല്ല ഉഷാറായിട്ട് നടക്കുന്നില്ലേ? പിന്നെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ റോഡ് പ്രവൃത്തി ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും ബ്ലോക്ക് തന്നെയല്ലേ? ഇപ്പോൾ ഏകദേശം എല്ലാ ദിവസവും ബ്ലോക്ക് തന്നെയാണ്. ഞങ്ങൾക്ക് ഓടാൻ കൂടി പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഒരു 30 രൂപയുടെ ഓട്ടം പോയാലും തിരിച്ചെത്താൻ ഏകദേശം 1 മണിക്കൂറോളം പിടിക്കും. കുമ്പളത്ത് പാറക്കട ബ്ലോക്കാണ്. പാറക്കട വരെ ബ്ലോക്ക്. ഈ സൈഡിൽ നിന്ന് നരിക്കുടിഞ്ഞാൽ കോയങ്കരത്ത് വരെ ബ്ലോക്കാണ്.
അതുപോലെ തന്നെ തൊട്ടിൽപ്പാൻ റോഡ് ഏകദേശം പഴയ ചന്തവയലിലെ അപ്പുറത്ത് ബ്ലോക്കാണ്. ഇപ്പോൾ ഈ ബൈപ്പാസ് വരുന്നതോട് കൂടി അതിനുള്ള ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് കരുതുന്നു. ബാബ് കൺസ്ട്രക്ഷൻ എന്ന നിർമ്മാണ കമ്പനിക്കാണ് പ്രവൃത്തിയുടെ ചുമതല. വെള്ളക്കെട്ട് കാരണമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി 5 കൾവെർട്ടുകളാണ് നിർമ്മിക്കുക. ഒപ്പം ആവശ്യമായ സ്ഥലങ്ങളിൽ ഡ്രെയിനേജ് നിർമ്മാണവും നടക്കുന്നുണ്ട്.